ശബരിമലയിലെ കട്ടിളപ്പാളികൾ കടത്തിയ സംഭവത്തിൽ ജനം TV വാർത്ത ശരിവെച്ച് പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തു. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾ കേസിൽ 8ാം പ്രതി. അതേസമയം SIT സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തുകയാണ്. വിനീഷ് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. വിനീഷ്, ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതികളാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾ അല്ലെങ്കിൽ ആ ഭരണസമിതി അംഗങ്ങളാണ് കേസിൽ 8ാം പ്രതിയായി നിലവിലുള്ളത്. അന്നു മുതലുള്ള അന്വേഷണങ്ങൾ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ജനം TV ആണ് കട്ടിളപ്പാളികൾ ഉൾപ്പെടെയുള്ള ക്രമക്കേട് ആദ്യം പൊതുസമൂഹത്തിലേക്ക് പുറത്തുവിടുന്നത്. ജനം TV വാർത്ത ശരിവെക്കുന്നത് കൂടിയാകുകയല്ലേ അന്വേഷണ സംഘം അന്നത്തെ ഭരണസമിതിയെ പ്രതിപട്ടികയിൽ ചേർത്തതോടെ? തീർച്ചയായിട്ടും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് 19/3/2019 ദേവസ്വം ബോർഡ് ഇറക്കിയ ഒരു ഉത്തരവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം കട്ടിളപ്പാളി പൊളിച്ചു നീക്കാൻ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള അത് സ്വർണം പൂശാൻ പുറത്തു കൊണ്ടുപോകാൻ ഉള്ള ഒരു ഉത്തരവ് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അത്തരത്തിലുള്ള ഉത്തരവ് നൽകി. അതിൽ കൃത്രിമമുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. 2 FIRകളാണ് ഈ കേസുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തത് 18/5/2019 ആ ഉത്തരവിൻ്റെ പകർപ്പ് ആദ്യം പുറത്തുവിടുന്നത് ജനം TV ആണ്. ആ ഉത്തരവും ഇത്തരത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനം TV ആദ്യം ഈ വാർത്ത സംപ്രേഷണം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണവും പുരോഗമിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ ഇത്തരത്തിലാണ്. പ്രതികൾക്ക് അന്യായമായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായമായ നഷ്ടവും ഉണ്ടാക്കുമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ശബരിമല ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ കട്ടളയിൽ പതിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നതൊഴിവാക്കി ചെമ്പുപാളികൾ എന്നു മാത്രമായി എഴുതി 19/3/2019 തീയതി ദേവസ്വം കമ്മീഷണറായിരുന്ന 3ാം പ്രതിയുടെ ശുപാർശയുടെ മേൽ സ്വർണം പൂശിയ 42.100 kg ചെമ്പ് പാളികൾ അനധികൃതമായി കൊണ്ടുപോകാനുള്ള ഉത്തരവ് നൽകി. ഒപ്പം തന്നെ 18/5/2019 തീയതി ദേവസ്വം ബോർഡ് ജീവനക്കാരായ 4 മുതൽ 7 വരെ പ്രതികളും 2019 കാലയളവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടുകൂടി ഇളക്കിയെടുത്ത് 1ാം പ്രതിയുടെ കൈവശം കൊടുത്ത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിലെത്തിച്ച് പാളികളിൽ നിന്നും റിക്കവറി ചെയ്തെടുത്ത 409 ഗ്രാം സ്വർണം ഉൾപ്പെടെ ആകെ ലഭ്യമായ സ്വർണത്തിൽ പ്ലേറ്റിംഗ് ഇൻവോയ്സ് ഉൾപ്പെടെ ചെലവുകൾ കഴിഞ്ഞിട്ടുള്ള സ്വർണം കട്ടായാക്കിയത് 2ാം പ്രതിയിൽ നിന്നും 1ാം പ്രതി വാങ്ങിയെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ചതിച്ച് വിശ്വാസവഞ്ചന നടത്തി പ്രതികൾ കൃത്യത്തിന് പരസ്പരം ഉത്സാഹികളും സഹായികളുമായി നിന്ന് പ്രവർത്തിച്ച് മേൽ വകുപ്പുകൾ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കും, നേരത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് 2019 കാലഘട്ടത്തിൽ ഭരണസമിതി അംഗങ്ങളായ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ നടത്തിയ ഒരു വലിയ അഴിമതി തന്നെയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. ഇത്തരത്തിലുള്ള അഴിമതി നടന്നു എന്ന് സംബന്ധിച്ചുള്ള അതിൻ്റെ രേഖകൾ സഹിതം പല ഘട്ടങ്ങളിലായി ജനം TV വാർത്ത പുറത്തുവിട്ടതാണ്. ആ വാർത്ത ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. IPC 403, 406, 409, 466, 467 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, FIR ഇട്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ ആണ് അക്യൂസ്ഡായി 1ാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി, 2ാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് കൽപേഷ്, 3ാം പ്രതിയായി ദേവസ്വം കമ്മീഷണർ 2019 ദേവസ്വം കമ്മീഷണർ, 4ാം പ്രതിയായി തിരുവാഭരണ കമ്മീഷണർ 2019 എക്സിക്യൂട്ടീവ് ഓഫീസർ, 2019 എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ 2019, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫ് ദ ഇയർ 2019, ദേവസ്വം ബോർഡ് മെമ്പേഴ്സ് ഓഫ് ദ ഇയർ. അങ്ങനെ 2019 വലിയ കൊള്ള തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ തെളിവുകൾ ജനം TV പുറത്തുവിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘവും അതിൻ്റെ പുറകെ അന്വേഷണം നടത്തുമ്പോൾ ആ തെളിവുകൾ ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഈ 2 FIRകൾ രജിസ്റ്റർ ചെയ്തതിൽ ഒന്ന് കട്ടിളപ്പാളികൾ
കട്ടളപ്പാളി പൂശാനായി ഈ സ്മാർട്ട് ക്രിയേഷനിലേക്ക് ചെന്നൈയിൽ എത്തിച്ചതിൽ ദുരൂഹതയുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വാർത്തകൾ, ഒപ്പം തന്നെ അതിൻ്റെ രേഖകളും ജനം TV പുറത്തുവിട്ടു. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഈ ദ്വാരപാലകരുടെ പീഠവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആ ദ്വാരപാലകരുടെ പീഠത്തിൽ കേടുപാടുകൾ സംഭവിച്ചു, അതിൽ സ്വർണം പൂശേണ്ടതുണ്ട്, അതും ചെമ്പുപാളി എന്നെഴുതി അത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷനിൽ ചെന്നൈയിൽ നൽകുന്നു. ഈ 2 കേസുകളിലാണ് ഇപ്പോൾ FIR ഇട്ട് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ സ്മാർട്ട് ക്രിയേഷന്റെ ചെന്നൈയിലെ ഓഫീസിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധനകൾ നടത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നു. എന്തായിരുന്നാലും നിർണായകമായ വഴിത്തിരിവിലേക്ക് ദേവസ്വം ബോർഡ് ഈ ഒരു അഴിമതി സംബന്ധിച്ചുള്ള നിർണായകമായ തെളിവുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ, പ്രത്യേകിച്ച് 2019 ഭരണസമിതി അംഗങ്ങൾക്കെതിരെയും അന്ന് പ്രധാനമായും ഈ ശബരിമലയിലെ ഈ കട്ടളപ്പാളികളും ഒപ്പം തന്നെ ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ പീഠവും ഉൾപ്പെടെയുള്ളവ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിച്ച് അനധികൃതമായ രീതിയിൽ, പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിൻ്റെ മാനുവലുകൾ എല്ലാം തെറ്റിച്ച്, നിബന്ധനകൾ എല്ലാം തെറ്റിച്ച് ഉള്ള ഉത്തരവിറക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥരെയാണ് കുറ്റക്കാരായി കണ്ടെത്തിക്കൊണ്ട് അവരെ പ്രതി ചേർത്തുകൊണ്ട് പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഈ കാലഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പങ്കുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഉദ്യോഗസ്ഥ സംഘം വരും ദിവസങ്ങളിലേക്ക് കടക്കുമെന്നതാണ് സൂചന. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇത്രയും ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം, ശബരിമല പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ കേന്ദ്രത്തിൽ നടത്തിയ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൂടി ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ തന്നെ നിബന്ധനകളുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങളെല്ലാം തന്നെ തെറ്റിച്ചുകൊണ്ട് ഇത്തരം നടപടി നടത്തുമ്പോൾ അന്നത്തെ ദേവസ്വം പ്രസിഡന്റിനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദേവസ്വം ബോർഡ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി പറഞ്ഞേ മതിയാകൂ. കാരണം ദേവസ്വം ബോർഡ് അംഗങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞാൽ പോലും എന്തിനാണ് അന്ന് അങ്ങനെ ഒരു ദേവസ്വം ബോർഡ് മന്ത്രി എന്ന ചോദ്യവും ഇവിടെ പൊതുസമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ ഭാഗത്ത് നിന്ന് ഉയരേണ്ടിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും നിർണായക നീക്കത്തിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഭരണസമിതി അംഗങ്ങളെ, ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങളെ അന്ന് ചുമതല വഹിച്ച ജീവനക്കാർക്കെതിരെയും പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയിലേക്ക് അത് കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിനീഷ്, നമുക്കറിയാം ജനം TV വാർത്ത പുറത്തു കൊണ്ടുവരുന്ന കട്ടളപ്പാളികളിൽ സഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു. കാലയളവുകൾ, ഭരണസമിതി അംഗങ്ങൾ, ഇതൊക്കെ കൃത്യമായി തെളിവ് സഹിതം നിരത്തിക്കൊണ്ടാണ് ജനം TV ഈ വാർത്ത പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് പത്മകുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറയുകയുണ്ടായി, അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ തൻ്റെ മേൽ മാത്രം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടപ്പിലാകില്ല. എങ്ങനെയാണ് എല്ലാം തൻ്റെ മേൽ മാത്രമായി വരുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ അന്വേഷണ സംഘം 2019 ഭരണസമിതി അംഗങ്ങളെ പ്രതി ചേർക്കുന്നതോടൊപ്പം തന്നെ മറ്റ് രീതിയിലുള്ള അന്വേഷണങ്ങൾ കൂടി വ്യാപിപ്പിച്ചാലല്ലേ ഈ കാലയളവിലൊക്കെ ഇതിന് കൂട്ടുനിന്നത് ആര് എന്നുള്ള തലത്തിലേക്ക് കൂടി എത്തിച്ചേരുകയുള്ളൂ. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ആദ്യം നിലപാടെടുത്തത് ആര്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനകൾക്ക് തുടക്കം കുറിച്ച് ഇത്തരത്തിൽ സ്വർണം പൂശണമെന്ന നിലപാട് സ്വീകരിച്ചത് ആര് എന്നതൊക്കെ സംബന്ധിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തായിരുന്നാലും 2019 ഈ ഭരണസമിതി അംഗങ്ങളുടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളുടെ അറിവോട് കൂടിയല്ലാതെ ഇത്തരത്തിലുള്ള ഒരു കൃത്രിമം നടക്കില്ല എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണ സംഘം ഇവരെയും പ്രതി ചേർത്തുകൊണ്ട് ഉള്ള ഇപ്പോൾ FIR കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ദേവസ്വം ബോർഡ് ഭരണസമിതി അംഗങ്ങളെയും 2019 ഉദ്യോഗസ്ഥരെയും പ്രതി ചേർത്തുകൊണ്ടാണ് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതിൽ നമ്മൾ ചില ഉത്തരവുകൾ പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിശദീകരണത്തിലൂടെയൊക്കെ പോകേണ്ടതുണ്ട്. നമുക്ക് വ്യക്തമായി തന്നെ പല ഘട്ടങ്ങളിലും നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളതാണ്. ശ്രീകോവിലിന്റെ കഥകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് പാളികളും ഇത് 5/7/2019 ഈ ഉത്തരവിറക്കുന്നത്. ഇത് നേരത്തെ തന്നെ സ്വർണം പൂശിയതാണ്. ആ ഉത്തരവിൽ പറയുന്നത് ചെമ്പ് പാളികൾ എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ ഉത്തരവ് ഞാൻ അന്ന് ഇത് കൊണ്ടുപോകാനുള്ള ഉത്തരവാണ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള ഉത്തരവാണ്. അതിൽ പറയുന്നുണ്ട് ഈ ചെമ്പ് തകിടുകൾ, ചെമ്പ് പാളികളും കൂടാതെ തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളും ഇളക്കി മഹസ്വപ്രകാരം തൂക്കമളന്ന് എന്നിവ ബോധ്യപ്പെട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറണം.
ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് കൈമാറണമെന്നാണ് അന്നത്തെ ദേവസ്വത്തിന്റെ ചുമതലയുള്ള ദേവസ്വം ഭരണസമിതി അംഗങ്ങളും ഒപ്പം തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥരും നടത്തിയിരിക്കുന്ന ഉത്തരവ്. അതിനുശേഷം അവിടെ തുടരുന്നത് തിരുവാഭരണ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂശുന്നതിനും ആയതിനു ശേഷം ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ശബരിമല തന്ത്രി. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി നടന്നത് തിരുവാഭരണ കമ്മീഷണറുടെ സാന്നിധ്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ തന്നെ ഈ ദ്വാരപാളിക കഥകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികളും തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പു തകടുകളും ഇളക്കി അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം കൊണ്ടുപോകാനുള്ള അനുമതി ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ അന്ന് നൽകി എന്നതാണ് ഏറ്റവും നിർണായകമായ തെളിവ്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരെ പ്രതി ചേർത്തിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും ഇനി ദേവസ്വം ബോർഡിന്റെ അന്നത്തെ 2019 ഭരണസമിതി അംഗങ്ങൾക്കും ഒപ്പം തന്നെ അന്നത്തെ ഉദ്യോഗസ്ഥർക്കും ഇതിൽ നിന്ന് കൈയൂടാൻ സാധിക്കില്ല. കാരണം തൽക്കാലത്തേക്ക് പരസ്പരം പഴിച്ചാൽ രക്ഷപ്പെടാനുള്ള ഒരു നീക്കമായിരുന്നു വിവിധ കാലഘട്ടങ്ങളിൽ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിയും 2019 ഭരണസമിതി അംഗങ്ങളും നടത്തിയത്. പക്ഷേ നിർണായകമായ തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുമ്പോൾ കൂടുതൽ കുരുക്കിലേക്ക് അന്നത്തെ 2019 ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രോഹിണി. അതെ, തീർച്ചയായും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. ശബരിമലയിലെ കട്ടിളപ്പാളികൾ കടത്തിയ സംഭവത്തിൽ ജനം TV വാർത്ത ശരിവെച്ചിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കാരണം ദേവസ്വം ബോർഡ് അംഗങ്ങളെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അത് വെളിവാകുന്ന ഒരു കാര്യവുമാണ്. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾ കേസിൽ 8ാം പ്രതിയാണ്. അതേസമയം SIT സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും പരിശോധന നടത്തുകയാണ്. വി വിനീഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.